എന്റെ സംസാരവും ഈ കഥ പറയലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എനിക്കറിയില്ല. ചില ആളുകൾ ഫോളോ ചെയ്ത് വരുന്നുണ്ട്, മറ്റു ചില ആളുകൾ പിരിഞ്ഞു പോകുന്നുണ്ട്. എന്തായാലും എനിക്ക് മനസ്സിലായത്, ചില ആളുകൾക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്, മറ്റു ചിലർക്കാണെങ്കിലോ പറയാനാണ് ഇഷ്ടം. എന്നാൽ കേൾക്കാനും പറയാനും ഇഷ്ടമില്ലാത്ത ചില ആളുകളും നമുക്കിടയിലുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്, സംസാരം കേൾക്കാനും ഇഷ്ടമാണ്. ഒരാൾക്ക് ചെവി കൊടുക്കുക എന്ന് പറയുന്നത് എനിക്ക് ഏറെ പ്രിയപ്പെട്ട കാര്യമാണ്. ചില ആളുകൾ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ തുറന്ന് സംസാരിക്കാൻ ഒരു ചെറിയ താല്പര്യക്കുറവ് കാണിക്കാറുണ്ട്. ആ സമയത്ത് ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ പറയുന്ന വിഷയത്തിന് ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പരിഹാരം കണ്ടെത്താൻ എന്നെ കൊണ്ട് കഴിയൂല, എന്നാലും നിങ്ങൾ പറയുന്നത് കേട്ടിരിക്കാൻ എന്നെ കൊണ്ട് കഴിയും. ചിലപ്പോൾ ഒരാളോട് തുറന്ന് സംസാരിച്ചാല് നിങ്ങളെ മനസ്സിൽ ആ ഭാരം ഇറങ്ങുന്നുണ്ടെങ്കിൽ കേട്ടിരിക്കാൻ ഞാൻ തയ്യാറാണ്. ചെറുപ്പം മുതലേ പറയാൻ അല്ലെങ്കിൽ കഥ പറയാനും പ്രസംഗിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിൽ മദർസയിൽ പഠിക്കുമ്പോൾ നബിദിനത്തിന് ഒരു പാട്ട് വരും, അത് മുക്കിയും മൂളി എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ ഒപ്പിക്കും. അങ്ങനെ 3ാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് ഒരു ഉസ്താദ് വരുന്നത്, മൊയ്ത് ഉസ്താദ്. ഉസ്താദ് പാവം ഈ അടുത്ത് മരണപ്പെട്ടതായി അറിഞ്ഞു, അല്ലാഹു ഖബർ റഹ്മത്തായിലേക്ക് കൊടുക്കട്ടെ. അങ്ങനെ ഉസ്താദിനോട് പറഞ്ഞു, നീ ഇനി പാട്ട് പാടണം, വേറൊന്നും കൊണ്ടല്ല, നീ പാട്ട് പാടിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ കഥയാവും അല്ലെങ്കിൽ പ്രസംഗമാവും, നിധി ഏതെങ്കിലും എടുത്താ പോലെ. ഞാനും ആലോചിച്ചു, ശരിയാണല്ലോ, അന്ന് മുതലുള്ള കഥ പറയലും പ്രസംഗമാണ്, ഇപ്പോഴും ഇങ്ങനെയൊക്കെ പോകുന്നു. അതുകൊണ്ട് തന്നെ മൈക്ക് കിട്ടിയാൽ ചിലപ്പോൾ ഞാൻ തിരിച്ചു കൊടുക്കാറില്ല. ഒരുപാട് വായിച്ചും പഠിച്ചും ചൊല്ലി പറഞ്ഞൊന്നും നടന്ന ആളൊന്നുമല്ലേ. പക്ഷെ വാമൊഴിയായിട്ട് ആരൊക്കെയോ പറഞ്ഞതും എവിടേക്കോ വായിച്ചത് എന്തൊക്കെയോ ഒന്നിന് പിന്നിൽ ഒന്നായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാനുമായി സംസാരിക്കുന്ന ആളുകളോട് ഞാൻ തുടക്കത്തിൽ തന്നെ പറയും, നിങ്ങൾക്ക് വല്ല തിരക്കുണ്ടെങ്കിൽ പൊക്കോളൂ, എന്നോട് സംസാരിച്ചിരുന്നു കഴിഞ്ഞാല് സമയം പോയെന്ന് അറിയില്ല, ഞാൻ ഇങ്ങനെ ഇരിക്കും, എനിക്ക് ഫ്രീ ആണോ ഞാൻ ഇരിക്കും. നമ്മൾ ഈ 4 ചുമരിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ സംസാരിക്കാൻ ആരും ഇല്ലാതെ നമ്മൾ ഒറ്റപ്പെടാണല്ലോ. സോ എനിക്ക് സംസാരിക്കാനുള്ള ഒരു മാധ്യമമാണിത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു, കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ഇരിക്കാം, പറയാൻ താല്പര്യമുള്ളവർക്ക് കമന്റ് ബോക്സ് വിശാലമാണ്, എത്ര വേണമെങ്കിലും പറയാം, എന്തു വേണമെങ്കിലും പറയാം. അപ്പോ അസ്സലാമു